യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം. അതിൻ്റെ 25-ാമത്തെ വാക്യം. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിചാരിക്കും ഈ സഭായോഗത്തിന് വന്നിട്ട് സാധാരണ ഈ വാക്യം വായിച്ച് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കും. സ്തോത്രം. യേശു ഉറപ്പായി പറഞ്ഞൊരു കാര്യം, ഞാൻ തന്നെ. ദൈവമക്കളെ, നമ്മളെ ഉറപ്പിച്ച് നിർത്തുന്നത് ആ ഒരു ഉറപ്പുള്ള വാഗ്ദത്തമാണ്, ഞാൻ തന്നെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അത്ര ഉറപ്പോടെ പറഞ്ഞ മറ്റൊരു നാമമില്ല. ഒരിക്കൽ മോശ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഫറവോന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? എന്നെ ആരാ അയച്ചതെന്ന് ചോദിക്കുമ്പം ഞാൻ എന്തു പറയണമെന്ന് ചോദിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ ആകുന്നവൻ. ഞാനാകുന്നവൻ നിന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പഴയ നിയമത്തിൽ ശക്തമായ ഒരു ഉറപ്പ് നൽകിയത് സർവശക്തിയുള്ള ദൈവമാണ്. ഞാനാകുന്നവൻ, ഞാനാകുന്നു, ഞാനാകുന്നവൻ നിന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞു, ഞാൻ തന്നെ. എന്നോടുകൂടെ വേറെ ആരുമില്ല, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത്ര ഉറപ്പുള്ളൊരു വാഗ്ദത്തം തന്ന ദൈവത്തെയാ നമ്മൾ ആരാധിക്കുന്നത്. അപ്പം നമ്മുടെ ആരാധനയിൽ ഉണ്ടാകേണ്ട ആ അടിസ്ഥാനപരമായ ഉറപ്പെന്ന് പറയുന്നത്, ധന്യനായ പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. അപ്പം ധന്യനായ പൗലോസ് പറയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നോക്കണേ, നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തെക്കുറിച്ച് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. അവിടെയാണ് നമ്മുടെ ആരാധനയിലുള്ള സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ യഥാർത്ഥമായ ആരാധനയിലെ സന്തോഷം അനുഭവിപ്പാനിടയായാൽ അതോടുകൂടെ സ്തോത്രം എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഞാൻ ആരാധിക്കുന്നത് ആരെയാണെന്ന് എനിക്കുറപ്പില്ലാതെ, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് എന്തെല്ലാം കഴിയുമെന്നുള്ള ഒരു നിശ്ചയം എനിക്കില്ലാതെ ഞാൻ എത്ര ആരാധിച്ചാലും ആ ആരാധനയുടെ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ ഞാൻ കാണുമ്പോഴുണ്ടാകുന്ന ഹൃദയ സന്തോഷവും, സ്തോത്രം, പറഞ്ഞു കേട്ട അറിവിൽ ഞാൻ കാണുന്നയാളെ, ഇപ്പോൾ അലക്സ് പാസ്റ്ററും ഞാനും വർഷങ്ങളായിട്ടൊരു ചെറിയ പരിചയമുണ്ട്. നിങ്ങളിൽ പലർക്കും വല്ല മീറ്റിങ്ങിൻ്റെയും പടം കണ്ടെങ്ങാണം വല്ല പരിചയമേ ഉള്ളൂ. നമ്മൾ നിങ്ങളെ സംസാരിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. അപ്പം ഇത് രണ്ടും രണ്ടാണ്. അപ്പം അറിഞ്ഞുകൊണ്ട് അടുത്ത് ചെല്ലുന്നതും അറിവുകൊണ്ട് അടുത്ത് ചെല്ലുന്നതും രണ്ടാണ്. അറിവുകൊണ്ട് അടുത്ത് ചെല്ലുന്നതും അറിഞ്ഞുകൊണ്ട് അടുത്ത് ചെല്ലുന്നതും രണ്ടാണ്. കർത്താവിന് മഹത്വം. എന്നാൽ നാം ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്നത് അറിവുകൊണ്ടാകരുത്, അറിഞ്ഞുകൊണ്ടായിരിക്കണം. യഹോവ നല്ലവനെന്ന് രുചിച്ച് അറിവീൻ. കർത്താവിന് സ്തോത്രം. അറിഞ്ഞുകൊണ്ടടുത്ത് ചെല്ലുന്നവരായിരിക്കണം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആയുസ്സിൻ്റെ ഏതെങ്കിലും ഒരവസരത്തിലായിരിക്കാം കർത്താവിനെ നമ്മൾ അറിയേണ്ടതുപോലെ
അറിയാനുള്ള ഭാഗ്യം കിട്ടുന്നത്. അത് ദൈവമായുള്ള ബന്ധത്തിൻ്റെ തുടക്കമായിരിക്കാം. എന്നാൽ ആ അറിവ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ, അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ചെല്ലുന്നതിനൊരു മാധുര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരോ അറിഞ്ഞ ശേഷം അവരോട് കൂടെ പോയവര് വേണ്ടതുപോലെ അറിയാതെ തിരിച്ചു പോകുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴം രുചിച്ചറിഞ്ഞവൻ കാൽവറിയുടെ ചുവട്ടിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവുകയല്ല. കാരണം അവനെ പിടിച്ചു നിർത്തുന്നത് അവൻ അനുഭവിച്ചറിഞ്ഞ ആ സ്നേഹത്തിൻ്റെ ആഴമാ. അതറിയുന്ന ദൈവമക്കളാ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. തൻ്റെ സഹോദരനായ ലാസർ മരിച്ചു. 4 ദിവസമായി വെച്ചിട്ട് നാറ്റം വെച്ചു. ആ നാറ്റം വെച്ച ശരീരം എവിടെയാണ് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ സ്ഥലം കാണിച്ചു കൊടുക്കാനായിട്ട് പോകുന്ന സഹോദരിമാരുടെ വേദന ഒന്ന് നോക്കണം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആ പോകുന്ന പോക്കിൽ കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുന്നില്ല. നീ വിശ്വസിക്കുന്നുവോ? ആ ചോദ്യത്തിനാണ് കർത്താവ് പറയുന്നത്, നീ വിശ്വസിക്കുന്നുവോ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിലും കർത്താവിന് ചോദിക്കുവാനുള്ളത്, നിനക്ക് വിശ്വസിക്കാനായിട്ട് മനസ്സുണ്ടോ? ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാരണം നിന്റെ അടുക്കൽ നിൽക്കുന്നവൻ, നിന്നോട് സംസാരിക്കുന്നവൻ, നിന്നോട് വാദിക്കുന്നവൻ ആരാണെന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ ആ അടയ്ക്കപ്പെട്ട വിഷയത്തിൻ്റെ കാഠിന്യം എൻ്റെ കർത്താവിന് വിഷയമല്ല. ആ വിഷയത്തെ പരിഹരിപ്പാൻ കഴിവുള്ളവനെയാ ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്നത്. സന്തോഷത്തോടെ ആ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ അവസ്ഥകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ജീർണിച്ച അവസ്ഥകളായിരിക്കാം, ഇനി തിരികെ കിട്ടാത്ത സാഹചര്യങ്ങളായിരിക്കാം. പക്ഷേ ആമേൻ സ്തോത്രം, ആ സാഹചര്യത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നവൻ ആരാണെന്നറിഞ്ഞാൽ, ആമേൻ വിഷയത്തിൻ്റെ ജീർണതയോ ആമേൻ നഷ്ടത്തിൻ്റെ കാഠിന്യമോ അല്ല, കടന്നു വന്നവനിലുള്ള വിശ്വാസം എന്നിലും നിങ്ങളിലും ഭരിക്കപ്പെടുന്നെങ്കിൽ ആത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, കടന്നു വരുന്നവൻ നിസ്സാരനല്ല, കരം പിടിച്ചവൻ നിസ്സാരനല്ല, എന്നോടും നിന്നോടും വാഗ്ദത്തം ചെയ്തവൻ നിസ്സാരനല്ല. ഇന്ന് പകൽ ആരാധിക്കുന്ന കർത്താവിനെ കുറിച്ച് ആഴമായ ഒരു അറിവുള്ള ദൈവമക്കള് ഹൃദയം തുറന്ന സന്തോഷത്തോടെ ആ പ്രശ്നത്തിന്റെ കാഠിന്യങ്ങൾ മാറ്റിവെച്ചിട്ട് ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിപ്പാൻ മനസ്സ് വെച്ചാൽ നഷ്ടങ്ങളുടെ കണക്കുകൾ വലുതായിരിക്കാം, കഷ്ടങ്ങളുടെ കണക്കുകൾ വലുതായിരിക്കാം, അവൻ ഒരുപാട് വേദനകൾ പറയാനുണ്ടായിരിക്കാം. എന്നാൽ അവയ്ക്കെല്ലാം പരിഹാരം ആ വിഷയത്തിന്റെ കാഠിന്യം പറയലല്ല, അതിന്റെ നടുവിലേക്ക് കടന്നു വന്ന ഒരുവൻ ഇന്ന് പകൽ ഇതിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരിമാരെ സംബന്ധിച്ച് അവരുടെ നഷ്ടം വലിയതാ. അവർക്ക് പരിഹരിച്ചു കൊടുക്കാൻ അങ്ങനെ സാധാരണപ്പെട്ട ഒരാൾക്ക് കഴിയുന്ന നഷ്ടമല്ല അവർക്കുണ്ടായത്. അവൻ അവരോട് പറയുക, ഞാൻ ആരാണെന്ന് നീ ഒന്ന് വിശ്വസിക്കേ, ഞാൻ ആരാണെന്ന് നീ ഒന്ന് വിശ്വസിക്കേ. സ്തോത്രം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ തലയിൽ നിന്ന് ഒരു രോമം പോലും, അങ്ങനെ ആ വാക്ക് 27-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെ, ഒരു രോമം പോലും അവൻ നിലത്ത് വീഴാതെ സംരക്ഷിപ്പാൻ കഴിവുള്ള ദൈവത്തെയാ 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. മുടിനാരിഴ പോലും നിലത്ത് വീഴാതെ സംരക്ഷിപ്പാൻ കഴിവുള്ള ദൈവത്തെയാ ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്നത്. ആമേൻ സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഒരുപാട് അറിവുകൾ നമുക്കുണ്ടായിരിക്കാം, ഒരുപാട് കേൾവികൾ നിങ്ങളുടെ ചെവിയിൽ കേട്ടുകാണുമായിരിക്കാം, ഒരുപാട് വിചാരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കിടപ്പുണ്ടായിരിക്കാം. കേൾവി മാറ്റിവെക്ക്, അറിവുകൾ മാറ്റിവെക്ക്. എന്നാൽ രുചിച്ചറിഞ്ഞവനെ അടുത്തറിഞ്ഞു നോക്ക്. ആമേൻ. കർത്താവിന്റെ പ്രവൃത്തി എനിക്കും നിനക്കും വേണ്ടി വെളിപ്പെടുമെന്ന് ആത്മാവ് ശക്തമായ ദൂത് വിളിച്ചു പറയുകയാ. കേട്ടത് മനസ്സിൽ കരുതി നോക്കാനല്ല, അറിഞ്ഞത് മനസ്സിൽ കരുതി നോക്കാനല്ല, ഇന്ന് പകൽ പുതിയതൊന്ന് കാണുവാൻ യേശുവിന്റെ നാമത്തില് എത്ര പേർക്ക് സാധിക്കുന്നുണ്ടോ അത്ഭുതം ചെയ്യുവാൻ? എന്റെ ദൈവം മതിയായ ദൈവം. നാം ആരാധിക്കുന്ന ദൈവം അവൻ സർവശക്തിയുള്ള ദൈവമാ. സ്തോത്രം.
സ്തോത്രം. ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയാം? നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്, പലരെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചുള്ള വ്യക്തികളെക്കുറിച്ച്. ഇപ്പോൾ റെജിപ്പാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ നിങ്ങളോട് 100 പേര് അവിടെ ഇവിടെ നിന്നൊക്കെ പലതും പറഞ്ഞതെല്ലാം നിങ്ങളുടെ അറിവിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇല്ലേ, കർത്താവിൻ്റെ ദാസിച്ചിരിക്കുന്നു. അപ്പോൾ ആ അറിവ് വെച്ചാൽ എന്നോട് സമീപിക്കുന്നേ. സ്തോത്രം. എന്നാൽ ആസാവ് പറഞ്ഞു, അറിയാമോ, എന്നോട് സമീപിക്കുന്ന കാര്യമല്ല. ഇതുപോലെ നമ്മൾ പലതും കേട്ടും കണ്ടുമൊക്കെ പല അറിവും വെച്ച് ദൈവത്തോട് അടുക്കുകയല്ലരുത്. ആസാവ് പറയുക, ഞാൻ ഒന്നും അറിയാത്തവനും. തമ്പുരാൻ്റെ അടുക്ക വരുമ്പോൾ അങ്ങനെ വരേണ്ടത്. ഞാൻ ഒന്നും അറിയാത്തവനും ഒരു പൊട്ടനെ പോലെ നിന്റെ. അതാണ് വചനം വിശ്വസിക്കാനുള്ള മനസ്സ്. അല്ല, നമുക്ക് ഒത്തിരി അറിവുണ്ടെന്നും പറഞ്ഞ് ചെന്ന് നോക്കി ഒന്നും നടക്കുകയില്ല, ഒന്നും നടക്കുകയില്ല. സ്തോത്രം. ഞാൻ അതിന് തെളിവ് തരാം. മോശ ഹോരേബ് പർവ്വതത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ, മോശയുടെ ജനനം തന്നെ നമുക്കറിയാം. വെള്ളത്തിൽ വലിച്ചെറിയപ്പെട്ട മോശയാണ്. ആ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത ദൈവത്തെ ഒരറിവും മോശയ്ക്കുണ്ടായിരുന്നില്ല. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് ദൈവമാണെന്ന് മോശയ്ക്കറിയാമോ? ഒന്നുമില്ല. 40 വയസ്സ് വരെ മോശ ചിന്തിച്ചിരുന്നത്, എന്നെ വലിച്ചെടുത്തത് ആരാ? ഫറവോന്റെ പുത്രിയാ. എന്നെ വലിച്ചെടുത്തത് ആരാ? ഫറവോന്റെ പുത്രിയാ. കർത്താവിന് മുഖത്ത് നിങ്ങൾ അത് ചിന്തിക്കണം കേട്ടോ. എന്നെ വലിച്ചെടുത്തത് ഫറവോന്റെ പുത്രിയുടെ ആ ഒരു ദയയില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യത്തില്ല, ഭൂമി കാണത്തില്ല, ഭൂമി കാണത്തില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? നമ്മൾ പലപ്പോഴും ദൈവപ്രവർത്തികൾക്ക് കൊടുക്കേണ്ട മഹത്വം നമ്മുടെ ചിന്തയിൽ വിട്ടിട്ട് ആ മഹത്വം കർത്താവിന് കൊടുക്കാതെ ഡൈവേർട്ട് ചെയ്തു പോവാ. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം. വെള്ളത്തിൽ വലിച്ചെറിയപ്പെട്ട മോശ തിരിച്ചു കയറി വന്നത് ഫറവോന്റെ പുത്രിക്ക് അവളുടെ കരുണ കൊണ്ടാണെന്ന് തോന്നിയാലും അവളുടെ ഉള്ളത്തിൽ ആ പൈതലിനോടുള്ള താല്പര്യം ജനിപ്പിച്ചത് മോശയുടെ മേൽ നിയോഗം നൽകിയ ദൈവമാണ്. അവിടെയാണ് നമ്മൾ ദൈവസ്നേഹം മനസ്സിലാകേണ്ടത്. ഫറവോന്റെ പുത്രിക്ക് അവന് എത്രയോ കുഞ്ഞുങ്ങൾ. ഞാൻ വിചാരിക്കുന്ന മോശ എറിയപ്പെട്ട സമയത്ത് ആ മിസ്രൈമിലെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കളിലെ സഹോദരിമാർ ഈ മോശയെ മാത്രമല്ല പ്രസവിച്ചത്, ഇഷ്ടംപോലെ പ്രസവിച്ചു കാണും. ഒത്തിരി കുഞ്ഞുങ്ങൾ ജനിച്ചു കാണും. അല്ലാതെ അന്നത്തെ 1.5 വർഷമായിട്ട് ആകെ ഒരു മോശയല്ല ജനിച്ചേക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ പല കുഞ്ഞുങ്ങളും ചത്തുപൊങ്ങി കിടപ്പുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. പക്ഷെ ആ വെള്ളത്തിൽ അന്ന് വരെ ഉണ്ടാകാത്ത ഒരു സംഭവം മിസ്രൈമിലെ ഫറവോന്റെ മകളുടെ ഉള്ളിൽ അവൾ കാണാനിടയായി. ഒരു പെട്ടകത്തിനകത്ത് ഒരു കുഞ്ഞ് കിടക്കുന്നു. ബാക്കിയെല്ലാം കുഞ്ഞുങ്ങളെയും വലിച്ചെറിയാനാ പറഞ്ഞ്. അപ്പോൾ ആ അപ്പനും അമ്മയ്ക്കും സഹോദരിക്കും സഹോദരനും തോന്നിയ ഒരു ബുദ്ധിയാണ്, ഒരു പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് കിടത്തി വെള്ളത്തിലേറ്റ്. ആ ഒരു കാഴ്ചയാണ് ഞാൻ ചിന്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവൾ വ്യത്യസ്തതയുള്ള ഒരു കാഴ്ചയായി കണ്ടത്. അവൻ്റെ മേലൊരു നിയോഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും വലിച്ചെറിയുന്നത് പോലെ എന്നെ നിന്നെയും വലിച്ചെറിയാൻ പിശാചിന് കഴിയാതിരുന്നത് എനിക്കും നിങ്ങൾക്കും ഒരു നിയോഗമുള്ളത് കൊണ്ടാ. ഒരു നിയോഗമുള്ളത് കൊണ്ടാ. അനേകർ വലിച്ചെറിയപ്പെട്ട സ്ഥാനത്ത്, അനേകർ തകർന്നു പോയ സ്ഥാനത്ത് ഞാനും നീയും വലിച്ചെറിയപ്പെടാതെ തകർന്നു പോകാതിരുന്നത് എൻ്റെ നിൻ്റെ മേലൊരു നിയോഗമുള്ളത് കൊണ്ടാ. അത് പരിശുദ്ധാത്മാവ് കണ്ട നിയോഗമാ. അത് ദൈവത്തിൻ്റെ പദ്ധതിയാ. അതറിയുന്ന ദൈവമക്കള് ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കണം. ഇവിടെ വന്നിരുന്നത് തമ്പുരാൻ്റെ ഒരു നിയോഗമുള്ളത് കൊണ്ടാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അത് മോശയ്ക്കറിയാമോ? ശിശുവായിരിക്കുന്ന മോശ 4 മാസം 3 മാസം ഒളിപ്പിച്ചു വെച്ചെന്നാ വായിക്കുന്നത്, അല്ലേ? അല്ലയോ? അപ്പൊ 4 മാസമായ കുഞ്ഞിനെ വെള്ളത്തിലാണോ വീണത്, വലിച്ചെടുത്തതാണോ, എടുത്തോണ്ട് പോയതാണോ എന്ന് ആർക്കും അറിയത്തില്ല. ആ മോശയ്ക്ക് അറിയത്തില്ല. വളർന്നു വരുമ്പോ കേട്ടത് മിസ്രൈമിന്റെ ജ്ഞാനമാ, മിസ്രൈമിന്റെ ആയോധന അഭ്യാസ കലകളാ.
മിസ്രൈമിൻ്റെ വിദ്യാഭ്യാസമാ. അവൻ്റെ ഉള്ളിലേക്ക് മിസ്രൈമിൻ്റെ കാര്യങ്ങൾ ഇറങ്ങുമ്പോഴും അവൻ സ്തോത്രം മാതാവാണെന്ന് പോലും വെളിപ്പെടുത്താതെ, ദൈവത്തിന് സ്തോത്രം. നോക്കണമേ, തൻ്റെ അമ്മയുടെ അടുക്കൽ അതല്ലെങ്കിൽ അമ്മയെന്ന അധികാരത്തോടെയുള്ള ഒരു സമീപനത്തിലല്ല അവിടെ വളരുന്നത്. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നത്, മുല കൊടുത്ത് വളർത്താൻ ഈ പ്രായത്തിൽ ഒരു സ്ത്രീയെ ഞാൻ കൊണ്ടുവരട്ടെ എന്ന് സ്തോത്രം തൻ്റെ സഹോദരി മിരിയാം ചോദിക്കുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പോയി വിളിച്ചോണ്ട് വന്നത് അവൻ്റെ അമ്മയാ. ഇവന്റെ അമ്മ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞല്ല വിളിച്ചോണ്ട് വന്നേ. ആണെങ്കിൽ അവർ അന്നേരം അത് നിർത്തിയേനെ. മനസ്സിലായി? ഞാൻ വേദപുസ്തകത്തിൽ അങ്ങനെ ഞാൻ വായിച്ച അങ്ങനെ അതിന് നിങ്ങൾ വായിച്ചു നോക്കണം. അതേണ്ട ഇവനെ പ്രസവിച്ച അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ വിളിച്ചോണ്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അന്ന് മോശമായിട്ട് ഇടപാട് ഞാൻ പ്രൈസ്തലോ. നോക്കണേ, അവളെ കൊണ്ടുവന്ന് മോശയെ വളർത്താൻ ഏൽപ്പിക്കുമ്പോൾ ആ സഹോദരി പറയുകയാണ്, ഞാൻ കൂലി തരാം എന്ന് പറഞ്ഞാൽ അമ്മയാണെന്നുള്ള പ്രയോറിറ്റിയിലല്ല മോശ എന്ത് ചെയ്യുന്നത്, അവളെ ഏൽപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചത് സ്തോത്രം നമ്മൾ വിചാരിക്കും അനേകരുടെ കരുണ കൊണ്ടാണെന്ന്. അല്ലവേ അല്ല, തമ്പുരാന്റെ ദയയാ. ഇരമ്യാവ് വിലാപങ്ങളിൽ പറയുമ്പോൾ ഇങ്ങനെയാണ്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാ. അതറിയുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം. എൻ്റെ വിദ്യാഭ്യാസമല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ പിതാക്കന്മാരുടെ സ്വത്തിൻ്റെ ബലമല്ല, എൻ്റെ ബുദ്ധിയുടെ വൈഭവമല്ല, തമ്പുരാന്റെ കരുണയാണെന്ന് ഇന്ന് പകൽ അറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിച്ചാരാധിക്കുക. അനേകരുടെ സഹായമുണ്ടെങ്കിലും അവനത് ദൈവത്തിൻ്റെ കരുണയായതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. കേട്ടോ, നിങ്ങളൊക്കെ ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നതും ദൈവത്തിൻ്റെ കരുണയാണ്. പ്രൈസ്തലോ. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. കർത്താവിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോ ആ വലിച്ചെടുക്കപ്പെട്ട ശിശുവിന് തന്നെ വലിച്ചെടുത്തത് ആരാന്നറിയത്തില്ല, വളർത്തുന്നത് ആരാന്നറിയത്തില്ല. 40 വർഷം, ശ്രദ്ധിച്ച് കേട്ടോണേ, 40 വർഷം വരെ ദൈവം ആരാന്നും അറിയത്തില്ല. കാരണം കേട്ട കഥയനുസരിച്ച് അമ്മ പറഞ്ഞു കൊടുത്ത, അല്ലെങ്കിൽ വളർത്തമ്മ പറഞ്ഞു കൊടുത്ത കഥയനുസരിച്ച് ജനത്തിൻ്റെ രക്ഷ അവരിൽ ഒരാളാണെന്നുള്ള ബോധം അവനുള്ളത് കൊണ്ട് ഈ ജനത്തിൻ്റെ രക്ഷ എൻ്റെ കരങ്ങളിലൂടെ നടക്കുമെന്നുള്ള സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുള്ള ജീവിതം. കേട്ടോ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന എൻ്റെ കഴിവുണ്ട്, എനിക്ക് മിടുക്കുണ്ട്, ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ്, എനിക്ക് വലിയ വിദ്യാഭ്യാസമുണ്ട്, ഈ ജോലി പോയാൽ വേറെ ജോലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ വൃഥാ ഇങ്ങനെ അഹങ്കരിക്കുമ്പം, ഉള്ളം കൊണ്ട് അഹങ്കരിക്കുമ്പം ഓർത്തോണേ അപ്പോസ്തല പ്രവൃത്തി പറയുന്നത്, ഞാൻ ഈ പ്രസംഗിക്കുന്നത് നിങ്ങൾ എങ്ങനെയാ ഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഓർത്തോണേ, നമ്മുടെ കഴിവ് കൊണ്ടൊക്കെ നടക്കുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതുകൊണ്ടാണല്ലോ ഒരു മിസ്രൈമിനെ ഒറ്റയടിക്ക് കൊന്ന് കുഴിയെടുത്ത് ഒറ്റയാളായിട്ട് അല്ലേ, ഒരു അടിച്ചു കൊന്ന് കുഴിച്ചിട്ടെന്നാ വായിക്കുന്നത്. അടിച്ചു കൊന്ന്, അതുപോലെ ഒരു മനുഷ്യനെ അടിച്ചു കൊന്ന് ഒറ്റയ്ക്ക് കുഴിച്ചിട്ട് ഒരാളും ചരിത്രത്തിലില്ല. ഉണ്ടോ? കാരണം ഇത് പ്രൂവ് ചെയ്യുകയാണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെന്ന് ആര് കരുതണം? നിങ്ങളെൻ്റെ ഒന്ന് ചിന്തിക്കണേ. എന്നെ കൊണ്ട് ഈ ജനത്തെ വിടുവിക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ മക്കൾ കരുതണം. അതാണ് ആ പ്രവൃത്തിയുടെ പിന്നിലുള്ള ലക്ഷ്യം. എനിക്ക് കഴിയും എന്ന് അവർ കരുതണം. ദൈവമാണെന്നല്ല, അല്ലെങ്കിൽ എന്നെ ഇതിന് നിയോഗിച്ച കർത്താവിന്റെ കൂടെ ഉണ്ടെന്നല്ല, എനിക്ക് കഴിയും. ദൈവത്തെക്കാൾ കൂടുതൽ പുരുഷന്റെ മസിൽ പവറിൽ പുരുഷൻ അഹങ്കരിക്കരുത്, ബുദ്ധിയിൽ അഹങ്കരിക്കരുത്, സൗന്ദര്യത്തിൽ അഹങ്കരിക്കരുത്,
ദൈവം തന്ന താലന്തുകൾ ദൈവം തന്നതാണെന്ന് ഓർക്കാതെ അഹങ്കരിക്കരുത്. നമ്മുടെ ദൈവം ആരാ? ഒറ്റ രാത്രി കൊണ്ട് ഒരു സാമ്രാജ്യത്തെ ഇല്ലാതാക്കിയ ദൈവം. ഒറ്റ രാത്രി കൊണ്ട് ഒരു സാമ്രാജ്യത്തെ തുടച്ചു നീക്കിയതാ. അതാ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. അപ്പോ കർത്താവിനെ കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുത്തോണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മോശ ചിന്തിച്ച എന്താ? മോശ ചിന്തിക്കുക, എന്നെ കൊണ്ട് ഈ ജനത്തെ വിടുവിപ്പാൻ കഴിയുമെന്ന് അവർ നിരൂപിക്കുമെന്നാ എഴുതി വെച്ചേക്കുന്നത്. അവർ നിരൂപിക്കും. ഒറ്റ അടിക്ക് അടിച്ചു കൊന്ന് കുഴിച്ചിട്ടപ്പോ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് അവർ ചിന്തിക്കും. നോക്കണേ, ഒരല്പം കഴിഞ്ഞ് ഓടടാ ഓട്ടം. മോശ ഓടിയ ഓട്ടത്തിന് കയ്യും കണക്കുമില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ കഴിവൊക്കെ ഒന്ന് താത്ത് വെച്ചേച്ച് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടേ, എനിക്ക് സാധിക്കും, എനിക്ക് സാധിക്കും കേട്ടോ. അതിൽ കൂടുതലൊന്നും നമ്മൾ ഓടിപ്പോയി ചിന്തിക്കരുത്. അപ്പൊ മോശയ്ക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ടോ? എൻ്റെ ഭാഷയെ പറഞ്ഞാൽ, നിങ്ങൾ ഇനി എങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് ഇതിൻ്റെ ഈ ലൈവ് കണ്ടിട്ട് അതിൻ്റെ അടിയിൽ ഈ പാസ് പറഞ്ഞ ശരിയല്ലെന്ന് എഴുതിയാൽ എനിക്ക് കുറ്റമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 40-ാമത്തെ വയസ്സിലും ദൈവത്തെക്കുറിച്ചുള്ള അറിവിനേക്കാൾ കൂടുതൽ താൻ പഠിച്ച വിദ്യയെക്കുറിച്ച്, തൻ്റെ കഴിവിനെക്കുറിച്ച്, തൻ്റെ സമ്പത്തിനെക്കുറിച്ച്, തൻ്റെ ജോലിയെക്കുറിച്ച്, താൻ പ്രാപിച്ച ജ്ഞാനത്തെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ട്. പക്ഷെ തന്നെ താനാക്കിയ ദൈവത്തെക്കുറിച്ച് എന്തില്ല? വേണ്ട നിലയിലുള്ള ബോധമില്ല. ഇന്ന് പകൽ പല നന്മകളും അനുഭവിച്ച് ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരോട് ഞാൻ ചോദിക്കുക, നിന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവമാണെന്ന് നിന്റെ ഹൃദയത്തിൽ ഉറയ്ക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, സ്തോത്രം സ്തോത്രം. ഞാൻ ദൈവസഭയുടെ ഒരു ഓവർസർ എന്ന് പറയും. ഈ ഓവർസർ എന്ന് പറയുന്നതിന് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട് 4 വർഷം ഇരിക്കുന്നു. ഇത് കുറേ സഭയുടെ മേൽനോട്ടക്കാരനായിട്ട് കുറച്ച് 4 വർഷം ഇരിക്കുന്നു. ഇത്രയും. അല്ലാതെ ഇതേതാണ്ട് ആനയും കൂനയും കാര്യമൊന്നുമല്ല. ചിലരുടെ പോക്കും വരവും കണ്ടു കഴിഞ്ഞാൽ ഇല്ല, ദൈവം തമ്പുരാൻ അപ്പുറത്തിരിക്കും. ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല. SI ആയിട്ട് ലോക്കൽ SI ആയിട്ട് പോലീസ് ജീപ്പിൽ കയറി പോകുമ്പോൾ SIയുടെ ആ ഇരിപ്പ് കണ്ടിട്ട് 55-ാമത്തെ വയസ്സിൽ റിട്ടയർ ആയി കഴിഞ്ഞ് റോഡിൽ കൂടെ പോകുന്നതിന് നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം കൊടുക്കും. അതിൽ കൂടുതലൊന്നുമില്ല. ഇതിൽ കൂടെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഓഫീസറായിരിക്കുന്നതിന് മുമ്പ് വരെ എല്ലാവരും പാസ്റ്ററെന്ന് വിളിക്കും, ചിലർ സാറേന്ന് വിളിക്കും. ഇത്രേ ഉള്ളൂ. ഇച്ചിരി അത് കഴിയുമ്പോൾ പിന്നെ എന്തോ വിളിക്കുമെന്ന് ഒരു പിടിയില്ല. ആ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് കഴിയുമ്പോൾ എന്തോ വിളിക്കുമെന്നൊക്കെ ഉള്ളത് വിളി കേൾക്കുമ്പോൾ അറിയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പം നമ്മളെ ഇത്രയും കൊണ്ടുവന്നത് ദൈവമാണെന്ന് ഓർത്തോണം. പക്ഷെ ആ അറിവ് മോശയ്ക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഓടി 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 യിത്രോവിൻ്റെ വീട്ടിലെത്തി തൻ്റെ ആടുകളെ മേയിച്ച് എത്ര വർഷം ജീവിച്ചു? ഇപ്പം എത്ര വർഷമായി? ആ 40 വർഷം ആടിനെ എങ്ങനെ തീറ്റണം, ആടിനെ എങ്ങനെ സൂക്ഷിക്കണം, ആടിനെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പരിപാലിക്കണമെന്നുള്ള ഒറ്റ ബോധ്യമല്ലാതെ തൻ്റെ മേലുള്ള നിയോഗം എന്താണെന്ന് മോശയ്ക്ക് അറിയത്തില്ല. പലപ്പോഴും മേഖലകൾ മാറി മാറിപ്പോയേക്കാം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്. സാഹചര്യങ്ങൾ മാറി മാറിപ്പോയേക്കാം. പക്ഷെ മാറിയ സാഹചര്യമാണ് എന്ന് ചിന്തിക്കരുത്. അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു നിയോഗമുണ്ട്. അതറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സാഹചര്യങ്ങൾ മാറിയാലും മേഖലകൾ മാറിയാലും എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് അറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിച്ചാരാധിക്കുക. സ്തോത്രം. മനസ്സിലായോ ഞാൻ പറഞ്ഞേ?
നമ്മൾ മുമ്പുള്ള സാഹചര്യം എല്ലാം മാറി, മുമ്പുണ്ടായിരുന്ന എല്ലാ അവസ്ഥകളും മാറി ഇല്ലേ? ഞാൻ അലക്സ് പാസ്റ്ററെ കാണുമ്പോൾ മുമ്പുള്ള അവസ്ഥകളെല്ലാം മാറി, ഇപ്പം വേറൊരു ലെവലായി. ഇനി കർത്താവ് ആയുസ്സും ആരോഗ്യം കൊടുത്താൽ ഇവരുടെ ലെവല് വേറൊരു ലെവലിലാകും. പക്ഷെ അതൊക്കെ മാറുമ്പോഴും, ഞാൻ അലക്സ് പാസ്റ്ററുടെ പേര് സന്തോഷമുള്ളതുകൊണ്ടങ്ങ് പറഞ്ഞ, നമ്മുടെ ദൈവദാസന്റെ പേര് സന്തോഷം ഇല്ലാത്തതുകൊണ്ടുമല്ല, അദ്ദേഹം പിന്നീട് പാട്ടുപാടി നമ്മെ എല്ലാവരെയും സന്തോഷിപ്പിക്കും. ഞാനങ്ങ് പോലും ഇവർ രണ്ടുപേരും എൻ്റെ ഏറ്റവും അടുത്ത് ആത്മാർത്ഥമായി ബന്ധമുള്ളവരാ, ലോഡ്സനും ജിൻസിനും. അവരുടെ പിതാവ് ഒരു നല്ല അനുഗ്രഹീതനായ ദൈവദാസന്. അവർ കർത്താവിൻ്റെ വേലയിൽ ഒത്തിരി പ്രയോജനപ്പെടുന്നവരാ. മക്കൾ കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിത്യത ആത്മാവ് കാണുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് നമുക്ക് അപ്പം അത് വിശ്രമിക്കുക അല്ലയോ? പാട്ട് പാടുന്ന കേട്ടുകൊണ്ടിരിക്കുക എന്നൊന്നും ഞാൻ പറയത്തില്ല. പറഞ്ഞ കത്തോലിക്കൻ പറയുന്ന പോലെ ആയിപ്പോവും, കത്തോലിക്കൻ പറയുന്ന പോലെ ആയിപ്പോവും. അവിടെ കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞ ഉപദേശം മാറല്ലേ? മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും അവർ വിശ്രമിക്കുക, പോയി വിശ്രമിക്കട്ടെ എന്നാ പറഞ്ഞത്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുമില്ല, സന്തോഷിക്കുന്നൊന്നുമില്ല. നമ്മൾ നമ്മുടെ പിതാക്ക മക്കളുടെ അനുഗ്രഹം കൊണ്ട് നിത്യതയിൽ ഇരുന്ന് സന്തോഷിക്കുകയാണ്. അവിടെ കൂട്ടായ്മയൊന്നുമില്ല, പോട്ടെ, അതൊക്കെ ഉണ്ട്. ഇനി അത് കർത്താവിൻ അല്ലേ? അന്ന് ഞാൻ എൻ്റെ ഈ ദൂത് ഡൈവേർട്ട് പോവാം. അപ്പം 80 വയസ്സായിട്ടും വച്ചാൽ മോശ ദൈവത്തെ മനസ്സിലായോ? ഇല്ല. മനസ്സിലായോ? നിങ്ങൾക്കൊരു സംശയം എന്നെ ഉപദേശിച്ച് അങ്ങനെ പറയും. ഞാൻ പറഞ്ഞുതരാം. ഈ ഹോരേബിൽ 80 വർഷം കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച കണ്ടു. 80 വർഷം മോശയുടെ എക്സ്പീരിയൻസ് എന്നോ ഭയങ്കരമാണ്. ആ എക്സ്പീരിയൻസിന്റെ 1% പോലും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. 80 വർഷം കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച മോശ കണ്ടു. എന്താണ്? ബലഹീനമായ ഒരു മുൾച്ചെടി, അത് തീ ഇങ്ങനെ ആളി കത്തുന്നു. പക്ഷെ ആ കത്തുന്ന തീക്കകത്ത് ആ ബലഹീനമായ ചെടി ചാമ്പലാകാതെ നിൽക്കുന്നു. അതാണ് അത്. ഭയങ്കര ഒരു കാഴ്ചയാണ് കേട്ടോ, ഭയങ്കര കാഴ്ചയാ. താൻ പലതും കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ കാഴ്ച താൻ കണ്ടിട്ടില്ല. ഇത് കണ്ടപ്പോൾ മോശ പറയുകയാ, ഇതെന്ത് എന്ന് കാണുവാൻ മോശ അതിനടുത്തേക്ക് ചെന്നപ്പോ മോശയോട് ദൈവം പറയാ, നീ അടുത്ത് വരരുത്. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. 80 വർഷം കണ്ടിട്ടില്ലാത്ത കാഴ്ച കണ്ട മോശ പറയുകയാ, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒത്തിരി സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. നോക്കണേ, നമ്മൾ ശരിയായ കാഴ്ച കാണാൻ കഴിയാത്തത് കൊണ്ടാണ് കറക്റ്റായിട്ട് കർത്താവിനെ അറിയാൻ കഴിയാത്തത്. ശരിയായ കാഴ്ച നാം കണ്ടാൽ അറിയേണ്ടവനെ നാം അറിയും. വർഷമല്ല, കാഴ്ചയാണ് പ്രധാനം. വർഷമല്ല, കാഴ്ചയാണ് പ്രധാനം. സ്തോത്രം. അപ്പോ കർത്താവ്, നീ ആരാ? പണ്ട് ഈ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കർത്താവിനോട് ചോദിച്ചു, നീ ആരാകുന്നു? നീ ആരാകുന്നു? ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം കലക്കി കുടിച്ച മനുഷ്യൻ ചോദിക്കുക, നീ? അപ്പം വേദോത്സവം മുഴുവൻ ബൈഹാർട്ടാക്കിയാലും അറിയണമെന്ന് നിർബന്ധമില്ല. ഉണ്ടായിരുന്നെങ്കിൽ പൗലോസ് ചോദിക്കുകയല്ല, നീ ആരാകുന്നു? എടാ, ഈ ന്യായപ്രമാണത്തിലല്ലേ കർത്താവിനെ പറ്റി പറഞ്ഞേക്കുന്നേ? ചിന്തിക്കണം. മോശ പറഞ്ഞൊരു കാര്യമുണ്ട്, 80 വർഷം എനിക്ക് നിന്നെ അറിയാൻ കഴിഞ്ഞില്ല. 32-ാം അധ്യായത്തിൽ പറയുക, എന്നാൽ നീ എന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. പ്രിയരേ, എൻ്റെ മെസ്സേജ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ
നാം അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടല്ല ഇത്രയും വന്നത്. അവൻ നമ്മെ അടുത്തറിഞ്ഞതുകൊണ്ടാ. അതാണ് ദൈവത്തിന്റെ കൃപ. അതാണ് ദൈവത്തിന്റെ കൃപ. എനിക്കറിവില്ലാതിരുന്നിട്ടും എന്നെ അടുത്തറിഞ്ഞൊരു കർത്താവുണ്ട്. ഇന്ന് പകലത് അറിയുന്ന ദൈവമക്കള് ആദരം തുറന്ന കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ആമേൻ. ഞാൻ അകന്നിരുന്നപ്പോഴും, ഞാൻ അറിയാതിരുന്നപ്പോഴും, ഞാൻ ഓടി മാറിയപ്പോഴും എന്നെ അറിഞ്ഞെടുത്ത് വന്ന, എന്നെ ആമേൻ സ്നേഹിച്ച ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. അവൻ അറിയാതെ എന്റെ തലയിൽ നിന്ന് ഒരു രോമം പോലും അവൻ നിലത്തു വീഴുകയില്ല. സ്തോത്രം, സ്തോത്രം. മോശ പറയുക, നീ എന്നെ അടുത്തറിഞ്ഞു. 32-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ. എടുക്കണ്ട, വായിക്കാൻ സമയമില്ലാതാണ്. നീ എന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. താഴോട്ട് വായിക്കും പറയും, ഞാനും നിന്നെ അറിഞ്ഞിരിക്കുന്നു. അപ്പം വയസ്സ് എത്ര ആയി? ഏകദേശം 82 വയസ്സായി. അപ്പോഴാ മോശ പറയുന്നത്, നീ എന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, ഞാനും നിന്നെ. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഒത്തിരി അറിവുണ്ടെന്നും പറഞ്ഞിരിക്കരുത്. അടുത്തറിയാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യകരമായ ജീവിതം എന്താണെന്നറിയാമോ? കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകരണമേ. ഹല്ലേലൂയ. ഒരപ്പന്റെ സ്നേഹത്തെ, ഒരമ്മയുടെ ആർദ്രതയെ അടുത്തറിയുന്നത് പോലെ കർത്താവിന്റെ കരുണയെ അടുത്തറിയുവാൻ ആമേൻ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അറിഞ്ഞു കഴിഞ്ഞപ്പോ മോശ പറയുക, നിന്റെ മഹത്വം എനിക്കൊന്ന്. അറിഞ്ഞവന്റെ അടുത്ത ആഗ്രഹം എനിക്ക് ആ മഹത്വം ഒന്ന് കാണണമെന്നാ. ആ മഹത്വം കാണാൻ ആഗ്രഹമില്ലാതിരിക്കുന്ന എന്താണ് കാരണം? അറിയേണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ചൊവ്വയിലെ സെന്റിന്റെ വില ചിലപ്പോൾ നമുക്കറിയാം, പോകാനുള്ള പേടകത്തിന്റെ എക്സ്പെൻസും നമുക്കറിയാം. പക്ഷെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അതിനേക്കാൾ ഉപരി മോശ പറയുകയാ, നിന്റെ മഹത്വം എനിക്കൊന്ന് കാണണം, നിന്റെ മഹത്വം എനിക്കൊന്ന് കാണണം. മറ്റൊന്നുമല്ല കാണേണ്ടുന്നത്, നിന്റെ മഹത്വം എനിക്കൊന്ന് കാണണം. ആമേൻ. നിന്റെ കൃപ എൻ്റെ മേലുണ്ട്, നിന്റെ കരുണ എൻ്റെ മേലുണ്ട്. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറയുക, എനിക്ക് കൃപ തോന്നണമെന്നുള്ളവനോട് ഞാൻ കൃപ തോന്നുന്ന ദൈവമാണ്, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് ഞാൻ കരുണ കാണിക്കുന്ന ദൈവമാണ്. അത് മനസ്സിലാക്കിയ മോശ പറയുക, നിന്റെ മഹത്വം എനിക്കൊന്ന് കാണണം. അവൻ പലതും അറിയാം, പലതും കണ്ടിട്ടുണ്ട്, പലതും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഈ വിശുദ്ധ ആരാധനയിൽ ദൈവത്തിന്റെ പൈതലെ ആഗ്രഹിക്കേണ്ടത് അവന്റെ കൃപയാ പ്രാപിപ്പാനും അവനെ അടുത്തറിയുവാനും അവന്റെ മഹത്വം കാണുവാനും ആത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് അത്ഭുതങ്ങൾ കാണുന്നതിലല്ല, അടയാളങ്ങൾ കാണുന്നതിലല്ല, വീര്യപ്രവൃത്തി കാണുന്നതിലല്ല, അതിന്റെ ഉടമസ്ഥനെ അറിയേണ്ടതുപോലെ അറിയുവാൻ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആകയാൽ അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അത്ഭുതം നമ്മൾ കാണും. അത് പിന്നെ തടയാൻ ആരെ കൊണ്ട് കഴിയത്തില്ല. അതാണ് മാർത്തയോട് പറഞ്ഞേ, ഞാൻ ആരാന്നും നീ അറിഞ്ഞാൽ നിന്റെ ചിന്തയ്ക്കപ്പുറമുള്ള മഹത്വം നീ കാണും. ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞാൽ, നിന്നോട് സംസാരിക്കുന്നവൻ ആരാണെന്നറിഞ്ഞാൽ നിന്റെ ചിന്തയെ മാറ്റുന്ന ദൈവമഹത്വം നീ കാണുമെന്ന് ആത്മാവിൽ അറിയുന്നവര് അധരം തുറന്ന് ആ കരങ്ങളെ അടിച്ച് അല്പനേരം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആത്മാവിൽ ആരാധിച്ചാട്ടെ. അറിയേണ്ടവനെ അറിഞ്ഞാൽ
എനിക്ക് അവനെ ഒന്നറിയുവാൻ, യേശുവിനെ അറിയുവാൻ. അതറിഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം പറയുന്നു, കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാം ആരായിത്തീരുമെന്ന് ദൈവം നമ്മിലൂടെ ലോകത്തോട് അറിയിക്കും. ഇത് പുസ്തകത്തിന്റെ ഉത്തരവാദിത്വം. ഇതിലുള്ളവനെ അറിഞ്ഞാൽ അവൻ നമ്മെ ആരാക്കുമെന്ന് അവൻ നിമിത്തം ലോകത്തെ അറിയിക്കും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.